കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക എന്ന് ഞങ്ങളൊക്കെ ധരിച്ചതാണ്, ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചതാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYF പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുകയാണ്. റോട്ടിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതം ഞങ്ങൾ തരികയാണ്. ബാബറി മസ്ജിദിന്റെ മിന്നാരങ്ങൾ തകർന്നു വീണപ്പോൾ മലപ്പുറത്തെ ക്ഷേത്രങ്ങൾക്ക് മുസ്ലിം സഹോദരന്മാർ കാവലിരിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ മതേതരത്വത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾക്കെതിരെയുള്ള ഏറ്റവും റിയൽ മലപ്പുറം സ്റ്റോറിയായി ഈ വിജയം ചരിത്രത്തിൽ എഴുതപ്പെടും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബഡ്ജറ്റിലും മലപ്പുറം അവഗണിക്കപ്പെട്ടു. ഞങ്ങളൊക്കെ അവിടെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾ ആ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റ് എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്, പക ബഡ്ജറ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മലപ്പുറത്തെ ഒരു പകയോടുകൂടി സമീപിച്ച ബഡ്ജറ്റുകളാണ്, അവഗണിക്കപ്പെട്ട ബഡ്ജറ്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പ്രദേശത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ വലിയ പരിശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുമ്പോൾ അവരുടെ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീര്യം കൂട്ടുന്ന രീതിയിൽ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും ഒക്കെ വലിയ പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഞങ്ങൾ അഭൂതപൂർവമായ വിജയം നേടി. ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുപെറുക്കി ഞങ്ങൾ വിജയിച്ചപ്പോൾ ആ വിജയത്തിന് മതത്തിൻ്റെ നിറം കൊടുത്ത് വിജയിച്ച ആളുകളുടെ മതം തിരഞ്ഞ് പരിശോധന നടത്തണമെന്ന് അന്ന് മന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട അംഗം അന്നൊരു പരാമർശം നടത്തി. തീർച്ചയായും മലപ്പുറത്തെ പ്രബുദ്ധരായ വോട്ടർമാർ, തവനൂരിലെ വോട്ടർമാർ അതിന് ബാലറ്റിലൂടെ നൽകിയ ഏറ്റവും മധുരമനോഹരമായ മറുപടിയാണ് എൻ്റെ വിജയമെന്ന് അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള വളരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നത് നമുക്കറിയാം, ഒരു യാഥാർത്ഥ്യമാണ്. മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പ്രചരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തി. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന മതേതരത്വത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പ്രദേശത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ വലിയ പരിശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുമ്പോൾ അവരുടെ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീര്യം കൂട്ടുന്ന രീതിയിൽ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും ഒക്കെ വലിയ പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമാണ്, പോറ്റില്ലമാണ്. ആ മണ്ണ് മലയാള ഭാഷ പിറന്നു വീണ തുഞ്ചൻ്റെ മണ്ണാണ്. ജ്ഞാനാപ്പാന എഴുതിയ പൂന്താനത്തിൻ്റെ മണ്ണാണ് മലപ്പുറം. EMS എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ജനിച്ചു വീണ മണ്ണാണ് മലപ്പുറം. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് വില കൊടുത്ത വാഗൺ ട്രാജഡിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. MB ഗോവിന്ദമേനോനെ പോലെ, കോഴിപ്പുറത്ത് മാധവമേനോനെ പോലെ, AV കുട്ടിമാളു അമ്മയെ പോലെ, ഈ മൊയ്തു മൗലിയെ പോലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറം. ബാബറി മസ്ജിദിന്റെ മിന്നാരങ്ങൾ തകർന്നു വീണപ്പോൾ മലപ്പുറത്തെ ക്ഷേത്രങ്ങൾക്ക് മുസ്ലിം സഹോദരന്മാർ കാവലിരിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ മതേതരത്വത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾക്കെതിരെയുള്ള ഏറ്റവും റിയൽ മലപ്പുറം സ്റ്റോറിയായി ഈ വിജയം ചരിത്രത്തിൽ എഴുതപ്പെടും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം കേവലം പ്രതികരണങ്ങളിൽ മാത്രമായിരുന്നില്ല, പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബഡ്ജറ്റിലും മലപ്പുറം അവഗണിക്കപ്പെട്ടു. ഞങ്ങളൊക്കെ അവിടെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾ ആ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റ് എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്, പക ബഡ്ജറ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മലപ്പുറത്തെ ഒരു പകയോടുകൂടി സമീപിച്ച ബഡ്ജറ്റുകളാണ്, അവഗണിക്കപ്പെട്ട ബഡ്ജറ്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതെങ്കിൽ ഈ ബഡ്ജറ്റിൽ മലപ്പുറം വലിയ പ്രതീക്ഷയാണ്, മലബാർ വലിയ പ്രതീക്ഷയാണ്. ഒരു പുതിയ ജില്ലയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായ ഒരുപാട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ജില്ലയ്ക്ക് അത് പ്രതീക്ഷയുടെ വലിയ പ്രകാശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം മലബാറിൽ വരും എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ്. മലപ്പുറത്ത് ഒരു ക്യാൻസർ സെന്റർ വരാൻ പോകുന്നു. കരിപ്പൂർ വിമാനത്തിൻ്റെ ചിറകുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിറകിന് പുതിയ വേഗം നൽകാനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. കൊഹീനൂരിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള ഒരു എലിവേറ്റഡ് പാത ഉൾപ്പെടെ
ഒരുപാട് നിർദ്ദേശങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ച്, എൻ്റെ തവനൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഏക നിയോജകമണ്ഡലമായിരുന്നു തവനൂർ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യം തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ മണ്ഡലത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ്. തിരൂർ പൊന്നാനിപ്പുഴയുടെ കുറുകെയുള്ള കൂട്ടായി റെഗുലേറ്റർ കമ്മിറ്റി തകർന്നു വീണിട്ട് 4 വർഷമായി. ഗതാഗതം അടച്ചിട്ടിരിക്കുകയാണ്. 4 ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു, 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ല. 5 കോടി ഈ ഗവൺമെൻറ് അതിനുവേണ്ടി ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് നീക്കി വെച്ചിരിക്കുകയാണ്. മലപ്പുറത്തെ തവനൂരിനെ ചേർത്ത് പിടിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. കാളിദാസൻ അദ്ദേഹത്തിൻ്റെ രഘുവംശം എന്ന കാവ്യസമാഹാരത്തിൽ ഭരണം എന്ന് പറയുന്ന പ്രക്രിയയെ നിർവചിച്ചിട്ടുണ്ട് സാർ. കാളിദാസൻ പറയുന്നത്, സൂര്യനാകുന്ന രാജാവ് സൂര്യരശ്മികളാകുന്ന പ്രജകളെ ഭൂമിയിലേക്ക് അയച്ച് സസ്യലതാദികളുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളെ മിച്ചം വെച്ച് വലിച്ചെടുത്ത് അത് നീരാവിയാക്കി മേഘങ്ങളാക്കി അത് മഴയാക്കി മാറ്റി 1000 മടങ്ങാക്കി തിരികെ നൽകുന്നതാണ് ഭരണമെന്ന് പ്രക്രിയ എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. ആ കാളിദാസൻ്റെ ആ നിർവചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ കാലങ്ങളായി നമ്മൾ കണ്ടെടുക്കാതെ പോയിരുന്ന കേരളത്തിൻ്റെ വിഭവങ്ങളെ വരുമാനമാക്കി മാറ്റി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് കേരളത്തിൻ്റെ 600 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കടൽ തീരം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടപ്പുറത്ത് പോയി തിരമാല കണ്ട് നമ്മൾ തിരിച്ചു പോരുകയായിരുന്നുവെങ്കിൽ ആ സമുദ്രത്തിൻ്റെ സമ്പത്ത്, അതിൻ്റെ സാധ്യതകൾ ഈ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മിഷൻ സമുദ്ര എന്ന് പറയുന്ന പദ്ധതി പുറത്തു വരാൻ പോവുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെ ഒരു പ്രത്യേക ബ്രാൻഡാക്കി മാറ്റുന്ന ബ്രാൻഡ് കേരള പുറത്തു വരാൻ പോവുകയാണ്. കേരളത്തിൽ ഫിലിം സിറ്റി വരുന്നു, സയൻറ്റിഫിക് സിറ്റി വരുന്നു, മെഡിക്കൽ സിറ്റി വരുന്നു, ഏവിയേഷൻ ഹബ്ബ് വരുന്നു, നോളജ് വാലി വരുന്നു. ഒരുപാട് പദ്ധതികൾ വിസ്മയം തീർക്കുകയാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. അദ്ദേഹം VD സതീശനല്ല, അദ്ദേഹം വിസ്മയങ്ങളുടെ സതീശനായി നമ്മുടെ മുമ്പിൽ മാറുകയാണ്. കാരണം ഈ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു പുതുക്കിയ ബഡ്ജറ്റാണ്. ആ പുതുക്കിയ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വലിയ പ്രതീക്ഷ കേരളത്തിന് നൽകാൻ ഈ ബഡ്ജറ്റിന് കഴിയുന്നു എന്ന് മാത്രമല്ല, കടത്തിൻ്റെ മുകളിലാണ് കേരളം. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഗവൺമെൻറ് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന 1 ലക്ഷത്തിൽ പരം കോടി അത് 5 ലക്ഷമായി, 5 ലക്ഷം കോടിയായി, 5 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. 6 പതിറ്റാണ്ട് കൊണ്ട് കേരളം ഉണ്ടാക്കിയ ആ കടത്തെ 10 വർഷം കൊണ്ട് 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് കടത്തിൻ്റെ കൊടുമുടിയിൽ കേരളത്തെ കൊണ്ട് കെട്ടിയ ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്. അവിടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടാവും. ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പടർന്ന് പന്തലിക്കുന്നു എന്ന ആക്ഷേപമാണ്. ഇവിടെ അതല്ലാതെ ഒരു പകർച്ചവ്യാധി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന് പ്രതിപക്ഷത്തിലേക്ക് മാറിയ ആളുകൾക്കിടയിലാണ് ആ പകർച്ചവ്യാധി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ അതിവേഗം ആ അസുഖം പടരുകയാണ്. അൽസീമേഴ്സ് എന്നാണ് ആ അസുഖത്തിൻ്റെ പേര്. ഇവരെല്ലാം മറക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും ഇവർ മറന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് ഇവർ കടൽ കൊള്ള എന്ന് ആക്ഷേപിച്ച വിഴിഞ്ഞം പദ്ധതി ഇവർ അധികാരത്തിൽ വന്നു. അംബാനിയെ ആശ്ലേഷിച്ച് ഇവർ ആ പദ്ധതി നടപ്പിലാക്കി. ഇപ്പൊ വീണ്ടും അദാനിയെ ആശ്ലേഷിച്ച പദ്ധതി നടപ്പിലാക്കി. ഇപ്പൊ വീണ്ടും മിഷൻ സമുദ്ര വരുമ്പോൾ അദാനി എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് അലർജി വീണ്ടും വരികയാണ്. നിങ്ങൾ ഓർക്കണം, PM ശ്രീ പദ്ധതി നമ്മൾ അന്ന് അതിനെ എതിർത്തതാണ്. ഇവർ ആരോടും ആലോചിക്കാതെ ആ പദ്ധതിയിൽ പോയി ഒപ്പുവെച്ച് പാതി കാശ് വാങ്ങി കീശയിലിട്ട് ഇന്ന് ആ പദ്ധതി എതിർക്കുകയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് വഴി നിക്ഷേപം സ്വീകരിച്ചവർ ഇന്ന് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും ആക്ഷേപിക്കുകയാണ്. ബാറിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ 29 ബാറിൽ നിന്ന് 900 ബാറാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനത്തിന് വഴിതെളിച്ചവർ ഇന്ന് മദ്യത്തിൻ്റെ നികുതിയുടെ പേരിൽ ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുകയാണ്. എല്ലാവരും മറക്കുകയാണ്. എല്ലാം മറന്നുകൊണ്ട് കേരളത്തിൽ അൽഷിമസ് ബാധിച്ചവരെ പോലെ ഇവർ മാറുകയാണ്. കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങുകയാണ്. ഓന്തിനെ പോലെ നിറം മാറുകയും അരണെ പോലെ മറക്കുകയും കരാളൻ പക്ഷി പാട്ടുകൾ മാറ്റി മാറ്റി പാടുന്നത് പോലെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുകയും ചെയ്യുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിൻ്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോൾ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക എന്ന് ഞങ്ങളൊക്കെ ധരിച്ചതാണ്. ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്.
ആ ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുകയാണ്. റോട്ടിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതമാണ് ചിത്രം സഹിതം ഞങ്ങൾ തരികയാണ്. KB ജയചന്ദ്രനെ റോട്ടിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരിക. അതിൽ പത്രത്തിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് സാർ. മെട്രോ വാർത്തയിൽ വന്ന KB ജയചന്ദ്രൻ എന്ന പത്രപ്രവർത്തകൻ, ഫോട്ടോഗ്രാഫർ ഇന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യമാണ് സാർ. പരിശോധിക്കണം. കലക്കവെള്ളം റോട്ടിൽ നിന്ന് കോരിയെടുത്തുകൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആധികാരികമായിട്ടാണ് സാർ ഇത് പറയുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നല്ലോ സാർ. 100 കോടി രൂപ ഖജനാവ് നഷ്ടപ്പെട്ടിരിക്കുക. ബാർ ഉടമകൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപ നികുതി അടച്ചിട്ടില്ല. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന ന്യായമായ ബലമായ സംശയം നമുക്കുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് നടപ്പിലാകാൻ പോകുന്ന ബഡ്ജറ്റാണ്. പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അച്ചടിച്ച മഷി ഉണങ്ങും മുമ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഗവൺമെന്റാണ്. അധികാരത്തിൽ വന്ന മാസങ്ങൾക്കുള്ളിൽ വലിയ മാറ്റമുണ്ടാക്കി. ഓപ്പറേഷൻ തുഫാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ ഒരു വാചകത്തിനോ ഒരു വാക്കിനോ ഒരു കുത്തിനോ ഒരു കോമയ്ക്കോ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ മാറ്റമില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് നടപ്പിലാക്കും. ഞങ്ങൾ ഉമ്മൻചാണ്ടി എന്ന ഗവൺമെന്റ് അതിവേഗം ബഹുദൂരം എന്ന ആശയം ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച് കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും സ്മാർട്ട് സിറ്റിയും നടപ്പിലാക്കിയതുപോലെ നിങ്ങൾ 10 വർഷമായി കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ നിങ്ങൾ അടയിരുന്ന ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതൊരിക്കലും കഴിഞ്ഞ 10 വർഷത്തെ പോലെ പാഴ്വാക്കുകളുടെ ഒരു പഴങ്കെട്ടായി ഈ ബഡ്ജറ്റ് കേരളത്തിൽ മാറില്ല. പ്രായോഗികമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.